സൂപ്പർ മണം കേട്ടോ, അതുപോലെ തന്നെ ഗുണവുമുണ്ട്. ഇങ്ങനൊരു ചായ കുടിച്ചാൽ ഒരു ദിവസം നല്ലതായിട്ട് തുടങ്ങാം. നമ്മുടെ ഓരോ ദിവസങ്ങൾക്കും നല്ല ഫ്രഷായിട്ട് തുടങ്ങാൻ പറ്റിയൊരു ചായ. ഹലോ, വെൽക്കം ബാക്ക്. നമ്മളുടെയൊക്കെ ഓരോ ദിവസം തുടങ്ങുന്നത് ഒരു ചായയിൽ നിന്നായിരിക്കും. ചായ കുടിക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. പക്ഷേ ഞാനൊക്കെ ആദ്യം കാപ്പിയുടെ ഫാനായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ചായയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എന്തിൻ്റെയും തുടക്കമേ നന്നായിരിക്കണം. അപ്പോൾ രാവിലത്തെ നമ്മുടെ ആ ചായ നല്ലതാണെങ്കിൽ അന്നത്തെ ദിവസം നന്നായിട്ട് ഓടും. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, സൂപ്പറാണ് കേട്ടോ. ഞാനുണ്ടാക്കുന്ന പോലെ ചായ ഉണ്ടാക്കുന്നവരും കാണും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്കിന്ന് ചായ ഉണ്ടാക്കാം. കൂടുതലില്ല, 2 കപ്പ് ചായ മാത്രമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് 2 കപ്പിൽ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും, അതായത് 1:1 റേഷ്യോ ആണ്. അപ്പം നമ്മളിതാണ്ട് 1 കപ്പ് വെള്ളം എടുത്തു, അത് നമ്മുടെ പാനിലേക്ക് ഒഴിക്കുന്നു. കോയിൽ ഓണാക്കി വെള്ളം തിളയ്ക്കട്ടെ. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് പല സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: ഒരു 3 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഏലക്കായൊക്കെ ഇപ്പോൾ പൊട്ടിയിട്ട് അതിൻ്റെ കായൊക്കെ വെളിയിൽ വന്നു. കോയിലൊക്കെ ചൂടായി, വെള്ളം തിളച്ചു തുടങ്ങി. ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, അടുത്തത് ഇതുകൂടെ ഇടാം. അതുകൂടെ നന്നായിട്ടങ്ങ് ചതച്ച് കൊടുക്കുക. ഇഞ്ചി ഞാൻ ചീകിയാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോൾ ചതയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. കാരണം ഇത് കല്ലല്ലല്ലോ, നമ്മുടെ ഇടികല്ല്. കല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് കിട്ടിയേനെ. ഇത് മെറ്റാലിക് ആയതുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് ചതഞ്ഞ് കിട്ടത്തില്ല. എന്നാലും ആവശ്യത്തിനായി നമ്മുടെ വെള്ളം വെട്ടിത്തിളച്ചു. അതിലേക്ക് ഇതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇതങ്ങ് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പം നല്ല മണം വരുന്നുണ്ട്, ഇഞ്ചിയുടേതും ഗ്രാമ്പൂവിൻ്റെ ഏലക്കായുടേതും. ഇനി നമുക്ക് തേയിലപ്പൊടി ആഡ് ചെയ്യാം. ഏതാണ്ട് 1 സ്പൂൺ തേയിലപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇതുകൂടെ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. തീ ചെറുതായിട്ടൊന്ന് താത്ത് വയ്ക്കുക. ഇത് നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങണം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സാധനങ്ങളെല്ലാം നല്ലപോലെ തിളച്ചു. ചായപ്പൊടിയുടെ ആ സത്ത് മുഴുവനും ഊറി ഈ വെള്ളത്തിലേക്കായി. ഇനി നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളത്തിൻ്റെ എത്രയായിരുന്നു മെഷർമെൻറ്റ്, അത്ര തന്നെ പാലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് തീ കൂട്ടി വയ്ക്കുക, നല്ല പോലെ തിളയ്ക്കട്ടെ. നമ്മളെ പാലൊഴിച്ചത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല ചിലപ്പോൾ ഈ സോസ് പാൻ്റെ അടിയിൽ പാല് കട്ടിക്ക് പിടിക്കും. ചായയെ നല്ല രീതിയിൽ വെട്ടിത്തിളച്ചു. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് കൂടെ ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പം കംപ്ലീറ്റ് ജോയിൻ ചെയ്യും. ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ, നല്ല മണമാണ്. ഏലക്കായുടെയും ഇഞ്ചിയുടെയും ചായയുടെയും എല്ലാം കൂടി ചേർന്നൊരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഏതാണ്ട് 1 സ്പൂൺ പഞ്ചസാരയാണ്. ഇത് ബ്രൗൺ ഷുഗറാണ്. അതുകൂടെ ആഡ് ചെയ്യാം. ഇനിയും ഒന്ന് നന്നായിട്ട് ഇളക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ശരിയാകട്ടെ. ഇനി നമുക്ക് ഈ ചായ അരിച്ചെടുക്കാം.
സാധാരണ ഞാൻ ചായ ഇരിക്കുന്നത് സിങ്കി വെച്ചാൽ, കാരണം എന്തെങ്കിലും താഴെ പോയാലും ഈ സിങ്കിൻ്റെ വാഷ് ചെയ്താൽ മതിയല്ലോ. നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് ചായ അരിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയിക്കഴിഞ്ഞാൽ അത് മുഴുവൻ വൃത്തിയാക്കേണ്ടി വരും. ഇതാകുമ്പം ഈസിയാണല്ലോ. പറഞ്ഞ പോലെ തന്നെ ദേ താഴെയൊക്കെ വീണിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ ഇതേ ചായ നമ്മുടെ സിങ്കിനകത്തായിട്ടുണ്ട്. ഇത് വാഷ് ചെയ്ത് കളയാനേ നല്ല എളുപ്പമാണ്. പറഞ്ഞ പോലെ തന്നെ ദേ താഴെയൊക്കെ വീണിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ഒരു കാര്യം കൂടെ ഈ സിങ്കിൻ്റെ കാര്യത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സിങ്കുകൾക്ക് ഒരു സൂപ്പർ സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. കാണട്ടെ, ദേ ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടോ? ഈ സ്വിച്ച് എന്തിനാണെന്നറിയാമോ? നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ആ സ്വിച്ച്. കണ്ടിന്യൂസ് ആയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമുക്കൊക്കെ അറിയാം, കിച്ചണിൽ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന സംഭവമാണ് ഇത് ബ്ലോക്ക് ആകുക എന്നുള്ളത്. അതായത് ഈ ഡ്രെയിൻ ബ്ലോക്ക് ആകുക. ഇവിടെ കണ്ടോ, ഈ ഡ്രെയിനേജിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലും തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കട്ടിങ്സ് ആണ്. അതായത് ഇവിടെ വരുന്ന വേസ്റ്റുകൾ മുഴുവനും ഇതിനകത്ത് തന്നെ പോയി അടിയും. നമ്മളത് കൈവച്ചെടുക്കുകയൊന്നും വേണ്ട. വലിയ കട്ടിക്കുള്ള കരിയാപ്പില, പിന്നെ പീസസ്, എല്ല് പീസസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ സ്വിച്ച് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന വേസ്റ്റ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഡ്രെയിനേജിലേക്ക് പോകും. നമുക്കൊന്ന് ഓണാക്കാം. വലിയൊരു സൗണ്ട് കേൾക്കുവേ. ഇതാണത്. ഇപ്പം നമുക്കിവിടെ വേസ്റ്റ് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പൊടിഞ്ഞ് ഡ്രെയിനേജിലേക്ക് പോവാണ്. ഇതാണ് സിങ്കിൻ്റെ അടിവശം. ഇത് ഈ കാണുന്ന ബ്ലൂ ബോട്ടിലുണ്ടല്ലോ, അതിനകത്താണ് ഈ ഗ്രൈൻഡിങ് മെഷീൻ ഇരിക്കുന്നത്. ഗ്രൈൻഡ് ചെയ്തിട്ട് വേസ്റ്റ് എല്ലാം ഡ്രെയിനേജിലേക്ക് അങ്ങ് ഡയറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിങ്ക് ബ്ലോക്ക് ആകുന്ന സംഭവം പോലുമില്ല. നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമാണല്ലോ, സിങ്ക് ബ്ലോക്കിങ്ങും ഡ്രെയിനേജ് ബ്ലോക്കിങ്ങും ഒക്കെ. അങ്ങനൊരു കാര്യം നടക്കത്തില്ല ഇവിടെ. നല്ല മണവും അതിലേറെ ഗുണവുമുള്ള നമ്മുടെ ചായ റെഡി. നമ്മുടെ ചായ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല മണമാണ്. ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും തേയിലയുടെയും കൂടെ മിക്സ് ആയിട്ടുള്ള മണമുണ്ടല്ലോ, സൂപ്പറാട്ടോ. ഇനി നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ, ഒന്നും കൂടുതലില്ല, എന്നാൽ എല്ലാം ഉണ്ട് താനും. ഏലക്കയുടെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം നമ്മുടെ ആരോഗ്യത്തിന്, അതായത് ഇഞ്ചി നമ്മുടെ വയറിന് എന്നും നല്ലൊരു സാധനമാണല്ലോ, ആരോഗ്യത്തിന് പറ്റുന്നതും ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ്ങിനും ഒക്കെ നല്ലൊരു ചായയാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, നിങ്ങളും ഇഷ്ടപ്പെടും.